വെറുതെ ടൗണിൽ ഇരുന്നപ്പോഴത്തേക്കും പറഞ്ഞു മന്തി കഴിക്കാൻ പോയേക്കാന്ന്. എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ എന്ന് വെച്ചു. പിന്നെ ടീംസിനെ വിളിക്കാന്ന് ഓർത്തു. നിലവിലിപ്പോൾ ഇക്കാമൻ മാത്രമേ ഉള്ളൂ. അവനെ ഫോൺ എടുത്ത് വിളിച്ചു. ഫോണാണെ ബെല്ലടിക്കുന്നുണ്ട്, അവനാണെ ഫോണും എടുക്കുന്നില്ല. തൊട്ട് മുമ്പിൽ ഇതേ ഇക്കാമോനും എത്തി. പിന്നെ വന്ന കാസിൻകുട്ടിയോടൊക്കെ ചോദിച്ചു വരുന്നോന്ന്. മന്തി കഴിക്കാൻ വരുന്നോ? ഇല്ല. നീ വരുന്നോളാ? ഞാൻ കഴിച്ചിരുന്നു ഉച്ചയ്ക്ക്. നീ വരുന്നോ മന്തി കഴിക്കാൻ? മന്തി കഴിക്കാൻ ഇക്കാമന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവരാരും ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാനും ഇക്കാമനും ശർവവും കൂടെ അങ്ങോട്ട് വണ്ടി കയറി നേരെ മുണ്ടക്കത്തിന് വിട്ടു. മുണ്ടക്കയം ചെന്നൊരു മന്തി കഴിച്ചിട്ടാകാം ഇനി ബാക്കി പരിപാടി എന്നായി. അങ്ങനെ ദേ മുണ്ടക്കയം എത്തി. മുണ്ടക്കയത്തുള്ള അൽബദറിൽ പോയി മന്തി കഴിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചു. വണ്ടി നേരെ അൽബദറിന് വിട്ടു. അങ്ങനെ അൽബദർ എത്തി. കടയിൽ എത്തിയ ഉടനെ ശറവ് ഓടി ഇറങ്ങി കൈയും കഴുകി ടേബിളും പിടിച്ച് അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഫുഡിന് ഓർഡർ കൊടുത്തു. മെനു കാർഡ് കാണുമ്പോൾ ചുമ്മാ എടുത്ത് നോക്കുന്നത് ഒരു ശീലമാണല്ലോ. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്ത ഹണി അൽഫാം മന്തിയും പിന്നെ സാധാ നോർമൽ മന്തിയും കൂടെ ടേബിളിലെത്തി. ഫുഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏതും പോരാത്ത ടീംസൊക്കെ ആയിട്ടാണ് കഴിക്കാൻ പോയേക്കുന്നത്. പിന്നെ പതിവ് പോലെ തന്നെ മയണൈസ് എടുത്തൊഴിക്കുന്നു, ചമ്മന്തി എടുത്തൊഴിക്കുന്നു, കുറച്ച് സാലഡും കൂടെ എടുത്തിരുന്നു. പിന്നെ ഫുഡടി അങ്ങ് ആരംഭിക്കുമല്ലേ. എനിക്ക് ഇവിടുത്തെ ഹണി അൽഫാം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഹണി അൽഫാം മന്തി ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്. ഇവന്മാരാണെങ്കിൽ സാധായും. അങ്ങനെ എല്ലാം ഫുഡടി തുടങ്ങി. ഫുഡ് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സംസാരമൊക്കെ പൊതുവെ കുറവാണ്. ശറവ് അതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് എന്തോ പറയുന്നുമുണ്ട്. എനിക്കെന്തായാലും നല്ല വിശപ്പുള്ളത് തന്നെ ഞാൻ ആദ്യം തന്നെ ഫുഡ് ഫിനിഷാക്കി. രണ്ടാമത് റൈസ് മേടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യം ഇട്ട റൈസ് തന്നെ കൂടുതലായിരുന്നു. അങ്ങനെ എല്ലാവരും വയറ് നിറച്ച് മന്തി കഴിച്ചു. ഇനിയിപ്പം ആര് ബില്ല് കൊടുക്കുമെന്നുള്ള തീരുമാനത്തിലായി. അവസാനം കറങ്ങി തിരിഞ്ഞ് അതും ശറവിൻ്റെ തലയ്ക്ക് തന്നെ. എല്ലാ പ്രാവശ്യം അവൻ വന്നാലും അവന് ജോലി കിട്ടിയ ചെലവ് എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ കാശ് കൊടുപ്പിക്കാറ്. ഈ പ്രാവശ്യം അത് തന്നെ സംഭവിച്ചു. എന്തായാലും അവന് വിഷമമൊന്നും ഇല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ഫുഡടി എല്ലാം കഴിഞ്ഞ് ശറവിനെ കൊണ്ട് ബില്ലും പേ ചെയ്യിപ്പിച്ചിട്ട് നേരെ വണ്ടിയിൽ കയറി. എല്ലാവർക്കും വയറ് നിറഞ്ഞതുകൊണ്ട് തന്നെ ഇനി വേറെ പരിപാടിയൊന്നും പിടിക്കണ്ട, നേരെ വീട്ടിലോട്ട് പോയേക്കാം എന്ന് പറഞ്ഞ് വണ്ടി എടുത്തു. ഇനി നേരെ വീട്ടിലോട്ട്.